നാണം കെടുത്തരുത്. എന്തെങ്കിലും അറിയോ? തോക്കല്ല അത്. കയ്യിലൊക്കെ പിടിച്ചേക്കുന്ന കറക്റ്റാണ്. സ്പീഡിൽ അങ്ങ് വരെ പോകണം. ഏറ്റവും പെട്ടെന്ന് മുകളിൽ എത്തുന്ന ആളാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഹായ്, ദേ നമ്മളിപ്പോൾ ഉള്ളത് കുനിഞ്ഞിയിലാണ് കേട്ടോ. അപ്പോൾ കുനിഞ്ഞിയിൽ സിജിയുടെ വീട്ടിലാണ്. ഇവിടെ മുകളിൽ ഇത്ര ഒരു 6 വർഷമായിട്ട് ഞാൻ ഇതുവരെ പോകാത്ത ഒരു മലയുണ്ട് കേട്ടോ. മലയെന്ന് പറഞ്ഞാൽ പാറയാന്നൊക്കെ പറയുന്നത്. നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലം തോന്നുന്നു അല്ലേ? ഒത്തിരി കയറ്റം കയറി പോയി കഴിഞ്ഞാൽ അവിടെ എന്നാ ഉള്ളേ? പാറ. ഞങ്ങളവിടെ എന്നാ ചെയ്യാൻ പോകുന്നത്? നമ്മൾ എന്ത് ചെയ്യാനാ പോകുന്നത്? ഓഫ് റോഡ്. ഏത് വണ്ടിയാണ് ഓടിക്കുന്നത്? ജീപ്പും. ഓക്കെ, 2 വണ്ടിയാണ് എടുത്തിരിക്കുന്നത്. വില്ലീസ് എടുത്തിട്ടുണ്ട്, ഡിഫൻഡർ എടുത്തിട്ടില്ല. ഡിഫൻഡറിന് ചെറിയൊരു പണി ഉണ്ടായിരുന്നു. അതുമല്ല, ഈ 1/12 സ്കെയിലും വില്ലീസും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സിജിയാണ് കേട്ടോ നമ്മുടെ ഒഫീഷ്യൽ വീഡിയോഗ്രാഫർ. അപ്പോൾ ബാ. അപ്പോൾ നമ്മൾ വില്ലീസിൻ്റെ ബാറ്ററി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനി ഓണാക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ ബാറ്ററി തീരത്തില്ല കേട്ടോ. ഇതിൻ്റെ 6000 mAh ബാറ്ററിയാണ്. പക്ഷെ നമ്മുടെ ഇതിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 2000 mAh അത്. പക്ഷെ നമ്മൾ 3 ബാറ്ററി എടുത്തിട്ടുണ്ട്. ഓണായോ? അപ്പോൾ ദേ വില്ലീസ് ഓൺ ആയിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, നമ്മൾ ടോണിയൊക്കെ കുറച്ച് ചെളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ റിമോട്ട് തരാ എൻ്റെ പൊന്നെ. നോക്കട്ടെ പോകുന്നുണ്ടോ. എന്നാ അപ്പോൾ വില്ലീസ് എടുത്തിട്ടുണ്ട്. ഈ വണ്ടി ശരിക്കും എത്ര നേരം തിരിച്ചു മിക്കാറും നമ്മൾ ചുമന്നുകൊണ്ട് വരേണ്ടി വരും. ഈ വണ്ടി ഓണാക്കിയിട്ടുണ്ട്. ഇതെല്ലായിടത്തും ഒന്നും കയറ്. വണ്ടി അത്യാവശ്യം കേപ്പബിൾ ആണ് കേട്ടോ. പക്ഷേ വണ്ടി വരും. ഇപ്പോൾ ഓടിക്കല്ലേ. അപ്പോൾ കുറച്ച് ദൂരം നമുക്ക് വഴി കൂടെ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ മാറിക്കോ. നമ്മളിതാ മുകളിലോട്ട് വഴിയുടെ സൈഡിൽ കൂടെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകണം. ഓക്കെ, അപ്പോൾ പോകുന്ന നോക്കിക്കോണം. ഇത് കണ്ടോ. അപ്പോൾ അത് ഞങ്ങൾ പോകണം. അപ്പോൾ വരുന്ന പോലെ അപ്പോഴേ പറയാ. സൈഡിൽ കൂടെ ഇത് കണ്ടോ, ഇതാ ലെഫ്റ്റ് സൈഡ്. ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ വേണം പോകാൻ. നടുക്കോട്ട് പോകരുതേ. അപ്പഴ വണ്ടി എടുപ്പിക്കരുത്. അണ്ടേ എന്തുവാടാ. അമ്മ സിജി ഓടിക്കുന്നോ? മോളിൽ ചെല്ലുമ്പോഴത്തേനും സിജിനെ കൊണ്ട് ഓടിപ്പിക്കാം കേട്ടോ. ഇവിടെ ഓടിച്ചിട്ട് വണ്ടി വല്ലതും വന്നു കഴിഞ്ഞാൽ പണിയാണ്. അതുകൊണ്ട് മോളിൽ ചെല്ലുമ്പോൾ തരാം. എന്നാടാ? പോട്ടെ. ഇനി കമ്പേ കയറ്റുണ്ട് കേട്ടോ. പോട്ടെ, ഞാൻ വെച്ച് തരാം. പോട്ടെ. അപ്പോഴേ വണ്ടിയുടെ പുറകെ വാ. ഇത്തിരി സ്പീഡിൽ ഓടിക്കണ്ട. അതെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വണ്ടി കയറത്തില്ല. ഇവിടെ എടുത്ത് കയറ്റി വെക്കണം. ഇത് കഴിഞ്ഞിട്ട് നീ ഇങ്ങനെ വന്നേ. ഈ സ്ഥലം നിന്ന് കാണിച്ചു കൊടുത്തേ. ഇതിനകത്തോടെ വണ്ടി ഓടിച്ചോണ്ട് പോകുന്ന പറഞ്ഞാൽ ഇച്ചിരി പാടാണ് കേട്ടോ. അങ്ങോട്ട് ഓടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും നമ്മൾ വണ്ടി എടുത്ത് മോളി വെക്കുന്നുണ്ട്. ഇല്ലെന്ന് ഓടിച്ചു നോക്കി. വണ്ടി ഓടുമെന്ന് നോക്കി. റിമോട്ട് ഓഫ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. മുമ്പേക്ക് ഓടിച്ചു നോക്കിയാ പതിയെ കയറുമോന്ന് കേട്ടോ. അങ്ങനെ പതിയെ വണ്ടിയുടെ പുറകെ നടന്ന് പതിയെ ഓടിക്കണം. എങ്ങും മറിക്കരുത് കേട്ടോ. എന്താണല്ലോ അവൻ അത്രയും പതിയെ പുള്ളി ക്രോൾ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓടിച്ച സ്ഥലം പോലെ അല്ല. അധികമ്മ വഴിയായിരുന്നു കേട്ടോ. ഇതെന്താണല്ലോ എനിക്ക് തോന്നുന്നത് ഇവൻ ഇച്ചിരി ടാസ്ക് ആണ്. കുഴപ്പമില്ല, എന്തായാലും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് അവനെ ട്രെയിൻ ചെയ്യാം. അപ്പോൾ കയറാം മുകളിൽ. അപ്പം വരുന്നുണ്ടോ? വണ്ടിയുടെ പുറകെ പോണേ. അപ്പോൾ അപ്പയുടെ വണ്ടി എനിക്കൊരു മിനിറ്റ് നിന്നേ. ഈ സാധനം ഇപ്പോൾ തോളത്തിട്ട് തരാം. ഇതേ കൂടെ വണ്ടി മറിയുവാൻ തോന്നുവാണെങ്കിൽ നിർത്തണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവാണ്. സിജി വരുന്നില്ലേ? ബാ, കയറി എന്നിട്ട് കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചോണ്ട് ഇവിടെ പതിയെ ക്രോൾ ചെയ്ത് വണ്ടിയുടെ പുറകെ കയറി പോക്കോ. വണ്ടിയെ നോക്കി ഓടിക്കണം, അല്ലെ താഴെ പോകും. ഇല്ല, ഇടിക്കത്തില്ല. നീ പോക്കോ. അമ്മയെ എടുത്തോട്ട് പോക്കോ. വണ്ടിയെ നോക്കി ഓടിക്കണേ. പോട്ടെ. കറക്റ്റ് വണ്ടി പോകാനുള്ള വീതിയുള്ളൂ കേട്ടോ. അടിപൊളി, സൂപ്പർ.
ആ ഇനി അങ്ങോട്ടിനോട് സൂക്ഷിച്ച് കയറണേ. അങ്ങ് പോക്കോ നടന്നു പോക്കോ. ഞാൻ എൻ്റെ വണ്ടി എടുത്തോണ്ട് കേട്ടോ. ആ പോട്ടെ. വഴിയൊന്നും ഇല്ല, ഫുള്ള് ഇലയാണ്. എൻ്റെ വണ്ടിക്ക് പോകാൻ നല്ല ടാസ്ക്കാണ്, പക്ഷെ അത് വില്ലീസ് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടാ ഉറുമ്പെല്ലാം കടിച്ചു കഴിഞ്ഞാൽ പേടിക്കരുതേ, കുറച്ച് നീറൊക്കെ ഉണ്ട് കേട്ടോ, കടി കിട്ടാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല, ഓടിച്ചു. ആ പോട്ടെ, വണ്ടിയെ നോക്കി ഓടിക്കടാ. എങ്ങോട്ടാ വഴി? ഇടത്തോട്ട്. റിവേഴ്സ് എടുക്ക്. അയ്യോ ഇവിടെ നല്ലൊരു കയറ്റാണ്. എടാ ഇതിലെ കയറ്റാൻ പറ്റൂടാ? നീ വീഴരുത്, വണ്ടി വീണാലും കേട്ടോ. ഗ്രൗണ്ടർ ഇവിടെ നിന്ന് തന്നെ കയറ്റിയാൽ മതി, അങ്ങോട്ട് പോകണ്ട. ആ പതിയെ കയറ്റ്, സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്ക് സ്റ്റക്കാവുമ്പോൾ. ആ പോട്ടെ. ആ അങ്ങനെ തിരിച്ച് കയറ്റിക്ക്. ഇതിൽ ഈ റൈറ്റ് സൈഡിൽ കൂടെ കയറ്റി. ആ പോട്ടെ. ആ അങ്ങനെ പോട്ടെ. ഓ സൂപ്പർ, അടിപൊളിയായിരുന്നു. നിർത്ത് അമ്മേനെ ഇടിപ്പിക്കല്ലേ. ഇനിയിപ്പോൾ ഇത് എൻ്റെ വണ്ടി കയറ്റുവാണ്. എൻ്റെ വണ്ടി എനിക്ക് തോന്നുന്നില്ല ഇത്രയും. ആ കുഴപ്പമില്ല കേട്ടോ, കയറി പോകുന്നുണ്ട്. വണ്ടിക്ക് കുറച്ച് വെയിറ്റ് ഉണ്ട്, 1/12 സ്കെയിലാണല്ലോ, എന്നാലും യെസ് കുഴപ്പമില്ല. ഓക്കെ, അതെ അടുത്ത് നമുക്ക് ഒരു സ്ഥലം കൂടെ വരുന്നുണ്ട്, ഒരു കയ്യാല വരുന്നുണ്ട്. അവിടെ നമുക്ക് വണ്ടി എടുക്കണം. അവിടെ വരെ ഓടിച്ചോ, അതിൻ്റെ അറ്റം വരെ. ആ മതി. നമ്മൾ വണ്ടി എടുത്ത് മുകളിലോട്ട് വെക്കുന്നു. പിന്നെ ഈ ഹാങ്ങൂട്ടറേയും കൂടെ എടുത്ത് മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അടുത്ത റൈഡ്. വാ ഫസ്റ്റ് നമ്മൾ വണ്ടി എടുക്കുന്നു, അതിനുശേഷം വണ്ടിയുടെ ഡ്രൈവറെ എടുക്കുന്നു. ആ ഡ്രൈവർ പോട്ടെ. അപ്പോൾ നമ്മൾ പാറയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ചൊരു രസമൊന്നുമില്ല, പക്ഷേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇതിനിടയ്ക്കൂടെയൊക്കെയുള്ള പാറയ്ക്കൂടെയുള്ള ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. റോളർ വണ്ടി ഇത്ര സ്പീഡിൽ പോകാൻ പറ്റുമോ? പതിയല്ലേ പോകണ്ടേ? എന്നാൽ പോട്ടെ, റോളർ വണ്ടി അങ്ങോട്ട് അമ്മ എടുത്തോട്ട് പോട്ടെ. ഏതാ വഴിയൊന്നുമില്ല ഇതൊക്കെ. ആ കുഴപ്പമില്ല, നമുക്കുള്ള സ്ഥലം നമ്മൾ വഴിയാക്കുക, അതാണ് കേട്ടോ. നമ്മൾ എവിടെ പോയാലും അങ്ങനെയാണ്. നീ നോക്കിക്കേ ഇതിലെ വഴിയുള്ളത്. എന്നിട്ട് വഴിയുള്ളിടത്തൂടെ പുതിയ അവിടെ ഇച്ചിരി സ്ഥലങ്ങളുണ്ട്. ഓഫ് റോഡാ, പക്ക ഓഫ് റോഡാ. ആ അതിലേ പോ. ഇച്ചിരി സൂക്ഷിച്ച് പോണേ, നല്ല കല്ലൊക്കെ കിടപ്പുണ്ട്, സൂക്ഷിച്ച് പോകണം. നിർത്തിക്കേ. ശരിക്കും വലിയ ഓഫ് റോഡൊന്നും അല്ല കേട്ടോ, പക്ഷെ അവനെ സംബന്ധിച്ചുള്ള ഇതൊക്കെ ഓഫ് റോഡാണ്. പുല്ലൊന്നും അങ്ങനെ. ആ പോട്ടെ പോരട്ടെ. സൂപ്പർ. ഓ വലിയ കല്ല് മുമ്പിൽ. പോരട്ടെ, കല്ലേ കയറി സ്റ്റക്കായിട്ടിരിക്കും അവിടെ. അതൊക്കെ പുറകെ നൊന്തി കൊടുത്തേ. ആ പോരെ. ആ സൂപ്പർ. ആ പോരെ, അപ്പയുടെ പുറകെ വാ. അയ്യോ അപ്പയുടെ വണ്ടി അവിടെ കിടക്കുവോ? അപ്പയുടെ വണ്ടി അതിലെ വരുവോടാ? ഇതുണ്ടോ അപ്പയുടെ വണ്ടി കറക്റ്റ് അതിനിടയിൽ കൂടെ വരുന്ന നോക്കി. ഉണ്ടോ, ഒരു പ്രശ്നമില്ലാതെ. എന്നാടാ അപ്പയുടെ വണ്ടിക്ക് എന്നാ കുഴപ്പം? എന്നാ വലിയ ഉടുമ്പ്. അപ്പയുടെ വണ്ടി സൂപ്പർ വണ്ടിയാ അല്ലേടാ? അപ്പയുടെ വണ്ടിയോ? പിന്നെ ഇറങ്ങും. ചുമ്മാ കുഴിക്കാത്തോട്ടൊക്കെ ഇറക്കിക്കൊണ്ട് പോകണം. നീ എങ്ങോട്ടാ പോകുന്നത്? വഴി ഏതാ? അതാ വഴി, അങ്ങോട്ടാ നമുക്ക് പോകണ്ടേ. അങ്ങോട്ട് ആ സൈഡിൽ കൂടെ വേണം പോകാൻ. റിവേഴ്സ് എടുക്ക്. എൻ്റെ വണ്ടി ഇടിപ്പിക്കരുതേ. അടാ എൻ്റെ കുഞ്ഞുവണ്ടീനെ എന്തിനു ഇടിപ്പിക്കുന്നു? എന്നാ ഇങ്ങോട്ട് വാ, ഓടിച്ചോണ്ട് വാ. ഓ ആ പോരട്ടെ, ഒന്നെടുത്ത് വെച്ചാണ്. ഓ സൂപ്പർ. നിർത്ത്, എൻ്റെ വണ്ടി കൂടെ വരട്ടെ. ഉണ്ടോ? അയ്യോ കേക്കത്തില്ലേ? അയ്യോ പോരട്ടെ വണ്ടി പോരട്ടെ. അങ്ങോട്ട് പോട്ടെ.
ഇവിടെ വഴി കണ്ടുപിടിക്കണം. അതിനകത്തോട്ടൊക്കെ വഴി, ചെറിയ വഴികൾ അതിലെ കിടപ്പുണ്ട്. ഈ സൈഡിലോട്ടൊരു വഴി കിടപ്പുണ്ട്. ആ, അമ്മ കാണിച്ചു തരുന്ന വഴി കൂടെ പൊക്കോണം. പോട്ടെ പോട്ടെ. പുലിയോ എന്നാ സി? ആ, ബെസ്റ്റ്. ഞങ്ങളെ മോള് വരെ എത്തിച്ചേണ്ടാണ് പറയുന്നത് കേട്ടോ. അതിനകത്ത് വല്ല പുലി വല്ല കാണുമെന്നൊക്കെ ചുമ്മാ പറഞ്ഞാണ്. അവിടെ ആ വണ്ടി പുല്ലൊക്കെ കയറുന്നുണ്ടല്ലോ. നീ എവിടെ നോക്കിയാ ഓടിക്കുന്നത്? ഓ, ഇത് മൊത്തം പുല്ലാണല്ലോ. വളരെ കെയർഫുൾ ആയിട്ട് ഓടിക്കണേ. അയ്യോ, വണ്ടി മറിയോ? ഓ ഇല്ല, സൂപ്പർ, അടിപൊളി അടിപൊളി. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. സിജി ഓൾറെഡി അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ മൊത്തം ഇതുപോലത്തെ പുല്ലാണ്. പുല്ല് ഉണങ്ങി താഴെ കിടക്കുവാണ്. അപ്പോൾ അതിലേ കൂടെ വണ്ടി ഓടിക്കുന്നത് റിസ്ക് ആണ് കേട്ടോ. ഇങ്ങോട്ടാ ഇതിലെ വന്ന് ഓടിച്ചോടാ. നല്ല വെയിറ്റ് ഇല്ലേ? ഇനി നമുക്കൊരു കാര്യം ചെയ്താലോ, അമ്മേനെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചാലോ? ഏത് വണ്ടി കൊടുക്കണ്ട അമ്മയ്ക്ക്? എന്നാ സാധനമാണോ? ഏത് വണ്ടി? ഇതോ? നീ വില്ലീസ് കൊടുത്താലോ? അതിനാ വില്ലീസ് കൊടുക്കാന്നേ. ഞാൻ പറഞ്ഞ ഇത് തന്നാ, അതുകൊണ്ട് ഞാൻ ഈ വണ്ടി തന്നെ ആയിരുന്നു അമ്മയ്ക്ക്. നാണം കെടുത്തരുത്. എന്തെങ്കിലും അറിയോ? തോക്കല്ല അത്. ആ, കയ്യിലൊക്കെ പിടിച്ചേക്കുന്ന കറക്റ്റാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു തന്നല്ലേ? ഞാൻ പറഞ്ഞു തന്നല്ലേ? എന്നാ ഒരു റൗണ്ട് അങ്ങോട്ട് വണ്ടിയുടെ പുറകെ ഒന്ന് ഓടിച്ചാൽ നോക്കട്ടെ. സിജിക്കുള്ള ചലഞ്ച് എന്നാന്ന് പറയട്ടെ. ഈ ഹാങ്കുട്ടൻ എതിലേക്ക് വണ്ടി ഓടിക്കുന്നു, അതിന്റെ പുറകെ വണ്ടി അല്ല, അവൻ ഈ പാറപ്പുറത്തോടെ തന്നെ ഓടിക്കുള്ളൂ. അപ്പൊ എതിലാണ് അവൻ വണ്ടി ഓടിക്കുന്നത്, അതിന്റെ പുറകെ. എടാ പതിയെ പോടാ, ഈ അമ്മേനെ പേടിപ്പിക്കരുതേ. പതിയെ ഓടിക്കണം. അമ്മേനെ പഠിപ്പിക്കുകയല്ലേ ചെയ്യേണ്ട, അപ്പൊ പതിയെ വേണം പോവാൻ. ആ, സോറി ഇടയ്ക്ക് നിർത്തി കൊടുക്കണം, അന്നേരം അമ്മയ്ക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. നീ ഇടയ്ക്കിടയ്ക്ക് നിർത്തണേ, എന്നാലേ അമ്മയ്ക്ക് വരാൻ പറ്റുള്ളേ. നോക്കാം എന്നിട്ട് അമ്മയുടെ വണ്ടി വരുന്നുണ്ടോന്ന്. ആ, സിജു വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ. സൂപ്പർ. എടാ ഇഹാങ്കൂട്ടെ, എളുപ്പ വഴി കൂടെ പോടാ. നീ അമ്മയ്ക്ക് ടാസ്ക് തരല്ലേടാ. അവൻ തിരിച്ചോണ്ട് വരുവാ അമ്മ, അവിടെ കുഴപ്പമില്ല. ആ, അവൻ അവിടെ നിന്ന് തിരിച്ചോണ്ട് വന്നു. സിജി അവിടെ കൊണ്ട് തിരിച്ചോണ്ട് പറഞ്ഞേ. ചേട്ടാ സ്പീഡിൽ ഓടിക്കും, ഇതിന് ആമ പോകുന്ന പോലെ പോകുന്നേ. അവൻ തിരിച്ചെടുത്ത് കൊണ്ട് തിരിച്ചിട്ടോ മറിയോ? അറിയത്തൊന്നും. ആ, അതെനിക്കറിയത്തില്ല, അത് നോക്കി ഓടിക്കണം. അവിടെ കൊണ്ട് തിരിക്കണം, അവിടെ. അതെ എളുപ്പ വഴിയാണ്. എന്നാ ഇതിലേക്കും തിരികെ. ഈ അവിടെ മിക്കവാറും അറിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അയ്യോ, ചുമ്മാ പറഞ്ഞതാണ്, അമ്മേനെ പറ്റിച്ചേ ഞങ്ങള് രണ്ടും. കാടിനകത്തൂടെ ഒക്കെ പോവാ. അതെ, എങ്ങോട്ടാ പോകുന്നത്? റിവേഴ്സ് എടുക്ക്. പോരുന്നുണ്ട്. അബദ്ധത്തിൽ എന്തോ മറിയായിരുന്നു, അല്ലേ മറിഞ്ഞാനെ. സൂപ്പർ, അടിപൊളി, സക്സസ്. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടൊക്കെ പറയുന്നതാണ് കേട്ടോ അമ്മയ്ക്ക് ചലഞ്ച് കൊടുക്കുന്നത്. വണ്ടി ഇതിലേ ഓടിച്ച് അപ്പുറത്തെ ആ വഴി കൂടെ കൊണ്ടുപോവാ. അമ്മ നിന്റെ പുറകെ വരും. നീ മാറി ഇച്ചിരടാ, അമ്മ പാർക്ക് ചെയ്യട്ടെ. നേരെ പുറകെ കൊണ്ട് പാർക്ക് ചെയ്യ് സിജി. ആ, പാർക്ക് ചെയ്യ്. ആ, അങ്ങനെ അവൻ പറഞ്ഞു. ഇത്ര എടുത്ത്. ആ, ഇനി അങ്ങോട്ടിനെ ഇതിലാണോ പോകുന്നത്, അതിലേ പോക്കോണം അമ്മയും. പോട്ടെ പോട്ടെ. പതിയെ പോ, അമ്മയും കൂടെ വരട്ടെന്ന്. ഇങ്ങോട്ടോ, ഇതിലേ വാ. ഇതിലേ വലിയൊരു കല്ലുണ്ടോ കേട്ടോ, ആ കല്ലേ കൂടെ കയറിക്കൊണ്ടോ. അമ്മയുടെ വണ്ടി കയറുമോ? ആ, കല്ലേ കയറാതെ അതിന്റെ സൈഡിൽ കൂടെ നൈസായിട്ട് പോകുന്നു. കണ്ടുപിടിച്ചല്ലേ? നിക്കടാ, അമ്മ വരട്ടാ. ഓ സൂപ്പർ. അങ്ങനെ അമ്മ ഒരു ഒഫീഷ്യൽ RC കാർ ഓടിക്കാൻ പഠിച്ചിരിക്കുന്നു. ഒരു ഹൈഫൈ കൊടുക്കാം അമ്മയ്ക്ക് പോയി. സൂപ്പർ അമ്മയെന്ന് പറ. ഈ കുട്ടൻ പറയും ഇത് ചെറിയ പാറയായതുകൊണ്ട് അമ്മ ഓടിച്ചത്. ഇനി അമ്മയ്ക്ക് വില്ലീസ് ഒന്ന് ഓടിക്കാൻ കൊടുത്താലോ? അമ്മ ഇനി വില്ലീസ് ഓടിച്ചേ. ആ വണ്ടി അവന് കൊടുക്ക്. നിന്റെ ഇതുപോലെ അല്ല, വണ്ടിക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരോട് അമ്മേനെ ശരിയാക്കും. മറ്റേ പോലെ തന്നെ, സെയിം തന്നെ. ഇച്ചിരി പതിയെ ഓടിക്കത്. രണ്ടും തമ്മിൽ എന്തായാലും വ്യത്യാസം തോന്നുന്നു. ശരിയാ. സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ആ, അത് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് പോകും. ഓടിച്ചോ ഇതിലല്ലോ, മറ്റേ നമ്മൾ വന്ന വഴി കൂടെ ഓടിച്ചോ. എല്ലാം നടക്കുമോ? കുറേ നേരമായിട്ട് അവിടെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടും ബാക്കും എടുത്തോണ്ടിരിക്കുകയാണ്. വളയ്ക്കാനുള്ള ശ്രമമാണ്. അറിയത്തില്ലെന്ന് എനിക്കറിയത്തില്ല. സിജി ഓടിച്ചു പോകുന്ന പോലെ ഇരിക്കും. ആ, ഓടിച്ച് കയറ്റ്. നല്ലതായിട്ട് ചെരിഞ്ഞാ വണ്ടി നിൽക്കുന്നത്. ഇല്ല, റിവേഴ്സ് എടുത്ത് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കണം. ടെൻഷൻ ഉണ്ടല്ലേ? അപ്പൊ ശരിക്കും വണ്ടി ഓടിക്കുന്ന അവസ്ഥ തന്നെ ആയിരിക്കും. അതന്നെ കാണിച്ചോ. റിവേഴ്സ് എടുക്കും.
ലൈസൻസ് ഒക്കെ ഉള്ളതല്ലേ? സെയിം ടെക്നിക്ക് തന്നെ ഇതിലും. എല്ലാം ഗിയർ ഇല്ലെന്നേ ഉള്ളൂ, ഓട്ടോമാറ്റിക് ആന്നേ ഉള്ളൂ. പോട്ടെ, അഞ്ഞും അറിയത്തില്ല. പോട്ടെ. ഓ ഉണ്ടല്ലോ. അയ്യോ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. അതാ പറഞ്ഞ ഞങ്ങള് ചുമ്മാ പോയി ഓടിക്കുന്നാണോ വിചാരിച്ചത്? നല്ല ടെൻഷനാ. ഇപ്പൊ വണ്ടി ഓടിച്ചോടിച്ച അവസാനം ഞങ്ങൾക്കും തരുമെന്ന് തോന്നുന്നില്ല. എന്താണെങ്കിലും സിജിനെ നമ്മൾ പഠിപ്പിച്ചെടുക്കും കേട്ടോ പതുക്കെ. സിജിക്ക് നമ്മളൊരു വണ്ടി എന്താണെങ്കിലും ഒരു അടിപൊളി വണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കും. ഇനിയിപ്പോ ഒരു കോമ്പറ്റീഷൻ ആണ്. ഈ വഴി ഒന്ന് കാണിച്ചു കൊടുത്ത്. ഇവിടെ എന്തോ പണിക്ക് വേണ്ടി ഒരു മണ്ണിന്റെ വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ കോമ്പറ്റീഷൻ എന്താണെന്ന് വെച്ചാൽ കേട്ടോണം. നിർത്ത്, ഇവിടെ നിർത്തിയിടും. സ്പീഡിൽ അങ്ങ് വരെ പോകണം. ഇപ്പോഴല്ല, അപ്പൊ പറഞ്ഞിട്ട് ഏറ്റവും പെട്ടെന്ന് മുകളിൽ എത്തുന്ന ആളാണ് സ്പീഡ് കൂട്ടി ഫുൾ സ്പീഡാ. റെഡി 1 2 3 സ്റ്റാർട്ട്. ആണ് നിന്റെ വണ്ടി ചെരിഞ്ഞു പോയി, ഞാനാ മുമ്പിൽ പോകുന്നത്. അത് ഞാൻ ജയിക്കും. അയ്യോ എന്റെ വണ്ടി അവിടെ സ്പെക്ടായി. നീ എന്നെ അവന്റെ വണ്ടിയാണ് എടുത്തത്. അതെ എന്റെ വണ്ടി മാറി. എന്റെ വണ്ടി മറിഞ്ഞു കിടക്കാണ് കേട്ടോ. അയ്യോ അവിടെ എന്നാണ് കാണിക്കുന്നത്? പോട്ടെ പോട്ടെ. അയ്യോ നീ മണ്ണ് പൊളിക്കാനല്ല പറഞ്ഞ ആണ്. താട്ട് പോകരുത്, മുകളിലോട്ട് പോകും, മുകളിലോട്ട്. അയ്യോ അവിടെ എന്റെ പോന്നെ. ആ പോട്ടെ, എടാ മുകളിലോട്ട് ഓടിക്കടാ. ആ പോട്ടെ മുകളിലോട്ട്. പോട്ടെ പോട്ടെ. രണ്ട് വണ്ടിയും മറിഞ്ഞു കേട്ടോ. അവൻ അത്യാവശ്യം ഈസി ആയിട്ട് കേറി പോയി. പക്ഷെ എന്റെ വണ്ടി ഇനി മറിക്കരുതേ. ഞാനിനി ജയിക്കാൻ പോവാണേ, നോക്കിക്കോണേ. ഇവനെങ്ങനെ ഓ അയ്യോ എന്റെ വണ്ടി സ്റ്റക്കായി. ഓടിക്കൂട്ടം പറഞ്ഞത് അവിടെ നിർത്തി ഓടിക്കൂട്ട. ഇനി എന്തായാലും വീട്ടിൽ പോകണം, അല്ലെങ്കിൽ വണ്ടി കൊളാക്കും. നമ്മൾ അവനെ കൊണ്ട് ഇതുവരെ ഇത്രയും റഫായിട്ട് ഇവർ ഓടിപ്പിച്ചിട്ടോ. പക്ഷെ അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മടുപ്പാണ്. അതിനുള്ള വണ്ടി നമുക്ക് വേറെ മേടിച്ചു കൊടുക്കാം. സ്റ്റിയറിംഗ് തിരിക്കുന്നൊക്കെ ജസ്റ്റ് കൺഫ്യൂഷൻ. അതിങ്ങനെ കൈ പിടിച്ചേക്കുന്നുണ്ടോ, അത് കുഴപ്പമില്ല. അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഉടനെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അടുത്തത് കുറച്ച് വെറൈറ്റി വീഡിയോ ആയിരിക്കും, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്.